മോഹിനിയാട്ട സിനിമ OTT റിലീസാകാൻ കുറേമാർ ഇറങ്ങിയിട്ടുണ്ട്. എന്തെന്ന് സംഭാരം മിശ്രവും കൊടുത്തത് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അത് നിരോധിക്കണം എന്തൊക്കെയാണോ പറയുന്നത്. അവിടെ ഓരോ ആൾക്കാരെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലായി. ഇത്ര ആളും തിയേറ്ററിൽ സിനിമ കളിച്ചു, അത് 50 കോടി കളക്ട് ചെയ്തു. അന്നേരം നിയമന്മാർക്കൊന്നും ഇളകിയിട്ടില്ലേനും. എന്തായാലും സിനിമ തിയേറ്ററിൽ പോലും പോയിട്ട് കാണാനുള്ള ഒരു വകതിരിവില്ലാത്ത യുവന്മാരാണ് ഈ വർത്താനം അടിക്കാൻ വരുന്നത്. എന്നാൽ ആ സിനിമ തിയേറ്ററിൽ പോരും, അതുപോലും കാണേണ്ട. സിനിമ ആസ്വദിക്കാത്തവന്മാർ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കേണ്ടി. സിനിമേനെ സിനിമയായിട്ട് തന്നെ കാണുക. ഇപ്പോൾ ഒരാൾക്കൊരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിശ്വാസം ഒരിക്കലും ഒരാളെ കൊണ്ട് പോയി ഇല്ലാണ്ടാക്കാൻ പറ്റൂല. നമ്മൾ എന്തിനാണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസം എന്തായാലും ഉണ്ടാവും. അത് ഈ കള്ളവിശ്വാസികളാണ് എന്താ പറയുക ഇതിലൊക്കെ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും പറയുമ്പോൾ വിശ്വാസങ്ങൾ മാറും. അല്ലാത്തവർ ഇപ്പോൾ നല്ല നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവന്മാർ എപ്പോഴും നന്മ ചെയ്യും. വൃത്തിയായിട്ട് ഇത് ചെയ്യണമെന്ന് തീരുമാനിച്ചവന്മാരെ എന്തൊക്കെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അവന്മാർ വൃത്തിയായിട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെയാണ് സിനിമേൻ്റെ കാര്യം. സിനിമേൻ്റെ ഇൻ്റർവ്യൂ ഞാനൊക്കെ തിയേറ്ററിൽ പോയിട്ട് നല്ലോണം ചിരിച്ചത്. ഞാനിപ്പോൾ ഉള്ളത് ഒരു കണ്ണൂർ അമ്പലത്തിൻ്റെ മുന്നിലുള്ളത്. അതുകൊണ്ട് ആ സിനിമ കണ്ടുകൊണ്ട് ഞാനത് നാളെ വല്ല അമ്പലത്തിൽ പോകില്ലേ. എനിക്ക് തൊഴണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോകും, പ്രാർത്ഥിക്കും, അത്ര തന്നെയുള്ളൂ. അത് മിശ്ര കൊടുത്താലും സംഭാരം കൊടുത്തു കഴിഞ്ഞാലും ഞാനൊക്കെ ഏതെങ്കിലും അമ്പലത്തിൽ പോയി അവിടെ നിന്ന് വെറൈറ്റി പ്രസാദം ഉള്ളതെന്നാണ് നോക്കും. അങ്ങനെ നോക്കിയിട്ട് കഴിക്കുന്ന ഒരു തന്നെ. അപ്പോൾ അതൊക്കെ ആ ഒരു നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മൾ വിശപ്പ് മാറും. അതൊക്കെ ആ ഒരു സെൻസിൽ കാണുമെന്നുണ്ട്. എന്തെങ്കിലും മണ്ടത്തരങ്ങൾ പ്രസാദിട്ട് അങ്ങനെ കളിയാക്കി ഇങ്ങനെ അത് കളിയാക്കേണ്ട ആവശ്യം എന്താ? അത് ഏത് മതമാണെങ്കിലും ഞാൻ പറയുന്നത് ആ സിനിമയായിട്ട് വേണം നമ്മളെ വിശ്വാസം നമ്മൾ ഉള്ളിൽ വെക്കുക. ഓരോ പൊട്ടന്മാരിപ്പോൾ എനിക്ക് കോമഡി അതല്ല, തിയേറ്ററിൽ കളിച്ച് കഴിഞ്ഞിട്ട് OTT റിലീസായിരുന്നു യുവന്മാർക്ക് ഇളകുന്നത്. തിയേറ്ററിൽ ഒരു 150 രൂപ എടുത്തിട്ട് സിനിമ കാണാൻ പോലും പറ്റില്ല. എന്നിട്ടാണ് ഇപ്പോൾ OTT റിലീസ് ചെയ്ത് അത് ബ്ലാൻ ചെയ്യണമെന്ന് പറയുന്നത്. എന്താ വേണ്ടതെന്ന് ആക്ച്വലി കുറേ റീൽ ഇറങ്ങുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഈ മോഹിനിയാട്ടം ഇപ്പോൾ കാണുമ്പോൾ ചിരിച്ചിട്ട് മരിക്കുന്നത്. അതായത് പ്രായമായവരാണ്, അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ. അപ്പോൾ അവർക്ക് പ്രശ്നമില്ല. അവരെല്ലാം കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ അങ്ങനെ ഒരു സിനിമ കണ്ട് ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരെ സന്തോഷമില്ലാതെ ഏറ്റവും വലുത്. എന്നിട്ട് ആ ഒരു സെൻസിൽ അവരെടുക്കുന്നുണ്ട്. ഈ എന്താ പറയുക അവരാണ് ശരിക്കും പറഞ്ഞാൽ ഭക്തി നിർബലമായിട്ട് നിൽക്കുന്ന ആൾക്കാർ. അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളോ ആൾക്കാരൊക്കെ ആയിരിക്കും. അവർക്ക് പ്രശ്നമില്ലാത്ത യുവന്മാരിപ്പോൾ കുറേ എണ്ണം കുരു പൊട്ടിച്ചിട്ട് ഇളകിയിട്ടുണ്ട്. എന്തിൻ്റെ ആവശ്യത്തിനാണോ? എന്തിൻ്റെ സൂക്കടിങ്ങൊക്കെയല്ലോ.